ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏപ്രിൽ 2 വ്യാഴാഴ്ച തിരുവനന്തപുരത്ത് ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയിരിക്കുന്ന മലയാള സിനിമയാണ് വാഴ 2. വിപിൻ ദാസിന്റെ തിരക്കഥയിൽ സാബിൻ എസ് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ഹാഷിർ, അലൻ ബിൻ സിറാജ്, അജിൻ ജോയി, വിനായക് എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. യുവനിരയ്ക്ക് പ്രാധാന്യമുള്ള ഈ സിനിമയ്ക്ക് 6ാം ദിവസം എന്ന ചൊവ്വാഴ്ചയും മികച്ച ബുക്കിംഗാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 5ാം ദിവസം ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ പ്രീസെയിലൂടെ നേടിയെടുത്ത 5 കോടി 5 ലക്ഷം ആയിരുന്നുവെങ്കിൽ ഇന്ന് ചൊവ്വാഴ്ചയിലെ കേരള പ്രീസെയിലുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ വന്ന റിപ്പോർട്ട് പ്രകാരം 4 കോടി റേഞ്ചിൽ ഈ സിനിമ നേടിയെടുത്തിട്ടുണ്ട്. ഇന്നലെ തിങ്കളാഴ്ച ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് 7 കോടി 40 ലക്ഷം രൂപയായിരുന്നു. അങ്ങനെ 5 ദിവസം കൊണ്ട് കേരളത്തിൽ 34 കോടി രൂപയാണ് വാഴ 2 നേടിയെടുത്തിരിക്കുന്നത്. 5 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 78-80 കോടി റേഞ്ചിലാണ്. ജയസൂര്യ നായകനായി മിഥുൻ മാനുവൽ തോമസ് തിരക്കഥയിൽ സംവിധാനം ചെയ്ത് മാർച്ച് 19 തിയേറ്ററിലെത്തി കേരളത്തിൽ 50 കോടി ക്ലബിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 100 കോടി ക്ലബിലും എത്തപ്പെട്ട സിനിമയാണ് ആട് 3. ചിത്രം ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 42,35,000 രൂപയാണ്. അങ്ങനെ 19 ദിവസം കൊണ്ട് കേരളത്തിൽ 51 കോടി 60 ലക്ഷം രൂപയാണ് ആട് 3 സ്വന്തമാക്കിയിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട് കൃത്യമായ അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും പുറത്തു വന്നിട്ടില്ലെങ്കിലും 120 കോടി 50, 121 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. നിവിൻ പോളി നായകനായി ബി ഉണ്ണികൃഷ്ണൻ തിരക്കഥയിൽ സംവിധാനം ചെയ്ത് മാർച്ച് 26 തീയതിയിലത്തെ മലയാള സിനിമയാണ് പ്രതിച്ഛായ. നിലവിൽ പരാജയം ഉറപ്പിച്ചു കഴിഞ്ഞ ഈ സിനിമ 12ാം ദിവസം ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ 9,75,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ കേരളത്തിൽ 12 ദിവസം കൊണ്ട് 5 കോടി 14 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 8 കോടിക്ക് മുകളിലുമാണ്. സജിൽ മമ്പാട് സംവിധാനം ചെയ്ത് മാർച്ച് 25 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ഡെർബി. സാഗർ സൂര്യ, അൽ അമീൻ, ആദം സാബിക്ക് എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ ഇന്നലെ തിങ്കളാഴ്ചയിലെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 3,42,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 11 ദിവസം കൊണ്ട് കേരളത്തിൽ 1 കോടി 25 ലക്ഷം രൂപ ഈ സിനിമ കളക്ട് ചെയ്തിട്ടുണ്ട്. സിനിമയുടെ ഓവർസീസ് റിലീസ് ഈ ആഴ്ച ഉണ്ടാകുമെന്ന് വാർത്തകൾ വന്നിരുന്നുവെങ്കിലും നിലവിൽ വിദേശത്ത് സിനിമ തിയേറ്ററിൽ എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. നിഷാദ് ഹസൻ സംവിധാനം ചെയ്ത് ഏപ്രിൽ 3 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് പകിടകളി. ദേവസൂര്യ, ടിറ്റോ വിൽസൺ, രജിത മുകുന്ദൻ, അന്ന മരിയ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള 4 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ കേരളത്തിൽ 4,47,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഈ സിനിമ പൂർണ്ണമായും ഐഫോണിൽ ചിത്രീകരിച്ച സിനിമ കൂടിയാണ്. ദുരൈ സെന്തിൽകുമാർ തിരക്കഥയിൽ സംവിധാനം ചെയ്ത് ഏപ്രിൽ 3 തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് ലീഡർ. ഷാം, ആൻഡ്രിയ ജെറമിയ, സന്തോഷ് പ്രതാപ്, പായൽ രജപുത് എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ ആദ്യ 4 ദിവസം കൊണ്ട് കേരളത്തിൽ കളക്ട് ചെയ്തത് 3 ലക്ഷം രൂപയാണ്. ആദ്യ 4 ദിവസം കൊണ്ട് തമിഴ്നാട് കളക്ഷനായി 3 കോടി 40 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 4 കോടി 50 ലക്ഷം റേഞ്ചിലുമാണ്. ഏപ്രിൽ 3 തിയേറ്ററിലെത്തിയ രണ്ടാമത്തെ തമിഴ് സിനിമയാണ് കാളിദാസ് 2. ശ്രീശെന്തിൽ തിരക്കഥയിൽ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ഭാരത്, അജയ് കാർത്തി, സംഗീത മാധവൻ നായർ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ഈ സിനിമ ആദ്യ 4 ദിവസം കൊണ്ട് കേരളത്തിൽ 5,45,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. 4 ദിവസം കൊണ്ട് കാളിദാസ് 2 ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 2 കോടി 24 ലക്ഷം രൂപയാണ്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.